നമ്മൾ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, TP സുൽഫത്തിന്റെ വീഡിയോ. ആ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കി കൂടി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത്. നമ്മൾ എവിടെയാണ് ലാസ്റ്റ് അന്ന് പറഞ്ഞു നിർത്തിയത്? സുൽഫത്തിന്റെ കൂടെ വന്നൊരു സംഖ്യ താങ്ക് യു പറഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ നിർത്തിയത്. സുൽഫത്തിന്റെ ബോഡി ഗാർഡ് ഇത്. ഇയാളെ കണ്ടിട്ട് ബോഡി ഗാർഡിന്റെ ലുക്കൊന്നുമില്ല, ബോഡി ഗാർഡ് തൂറിയ ലുക്കാണുള്ളത്. അപ്പൊ സുൽഫത്തിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുൽഫത്ത് അത്രയും വാക്കുകൾ പറയുന്ന സമയം വരെ സുൽഫത്തിന്റെ കൂടെ അവിടെ നിന്നത്. അവസാനം ഒരു താങ്ക് യു പറഞ്ഞു. അപ്പൊ അയാളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം അവസാനം താങ്ക് യു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന UP, അതായത് യോഗിജി ഭരിക്കുന്ന യുപിയിൽ കുംഭമേള നടന്നല്ലോ. ആ കുംഭമേള നടന്നപ്പോൾ അവിടെ ഒരു മലയാളി വ്ളോഗർ പോയി. ആ മലയാളി വ്ളോഗർ അവിടെ നിന്ന് കണ്ട വൃത്തിയില്ലായ്മയൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റേതായൊക്കെ സംഖ്യകൾ പോയിട്ട് എന്താ പറയാ, തെറി വിളിക്കാണ് അവൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് സംഖ്യകൾ പറയുന്നത്. സംഖ്യകളോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ആ വ്ളോഗർ അവിടെ കണ്ടതാണ് വീഡിയോയിലൂടെ നിങ്ങളെ മുൻപിലോട്ട് എത്തിച്ചത്. വൃത്തിയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ യോഗിജി ഭരിക്കുന്ന നാടാണ്, അവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപൊട്ടല്ല വേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വ്ളോഗർ ഇട്ട വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് മറുപടി കൊടുക്കാനുണ്ട്. ഓക്കെ, കാണാം. കുംഭമേള നടത്തുന്ന പ്രയാഗ്രാജ് എന്ന സ്ഥലത്തെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. തീർച്ചയായിട്ടും കുംഭമേള നടന്ന സ്ഥലത്തെ കുറിച്ച് മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം. സംഖ്യകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങോട്ട് പോകാനുള്ള ട്രാവൽ ഗൈഡ് ഇട്ടതിന് ശേഷം കുറെ പേര് വന്ന് അത് തെറ്റാണെന്നും എന്നോട് വേറെ പണിക്ക് പോകാനും ഞാൻ കമ്മിയാണെന്നും വരെ പറഞ്ഞു. ഇതാണ് ഈ സംഖ്യകളുടെ കുഴപ്പം. സംഖ്യകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള എന്തെങ്കിലും ഒരു മോശപ്പെട്ട പരിപാടി വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റേതായ വന്നിട്ട് സംഖ്യയാക്കും, സുഡാപ്പിയാക്കും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഈ സംഖ്യകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവര് എഡിറ്റ് ചെയ്തിട്ടൊന്നല്ലോ വീഡിയോ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത്. അവിടെ വൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലം കാണുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരെ സുഡാപ്പിയും കമ്മിയാക്കുന്നതും വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ സംഖ്യകളെ. ഞാൻ ആ സ്ഥലത്തിന്റെ വൃത്തിയും ആളുകളുടെ പെരുമാറ്റവും നല്ലതല്ല എന്ന് പറഞ്ഞതിനാണ് ഈ കേട്ടത് മുഴുവൻ. അല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യൻ ബംഗാളികൾക്ക് വൃത്തിയില്ല, സംസ്കാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആരും അത് നിഷേധിക്കില്ല. പക്ഷെ ഇവിടെയുള്ള കുറച്ച് സംഖ്യകൾക്ക് അത് സഹിക്കാൻ പറ്റൂല. കാരണം സംഖ്യകളാണല്ലോ നോർത്ത് ഇന്ത്യ ഏകദേശം ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് വൃത്തിയില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു പൊട്ടും. സത്യത്തിൽ അവന്മാർക്ക് തീരെ വൃത്തിയില്ല. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയത്തല്ല. ഇതിൽ സംഖ്യയോ കമ്മിയോ ഒന്നും ആവേണ്ട കാര്യമില്ല. വൃത്തി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയല്ലേ, സംഖ്യയും കമ്മിക്കും വൃത്തി ഒരേപോലെ ആയിട്ട് തോന്നുന്നു എന്ന് പറയല്ലേ. കാരണം സംഖ്യകൾക്ക് വൃത്തി എന്ന് പറയുന്ന സംഭവമില്ല. വൃത്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഗോമൂത്രം കുടിക്കോ, ചാണകം വാരി തിന്നോ? പിന്നെ കേരളത്തിലുള്ള സംഖ്യകളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പന്മാര് പരസ്യമായിട്ടൊന്നും എന്തായാലും ചാണകം വാരി തിന്ന ഗോമൂത്രം കുടിക്കുന്നില്ല. രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് എന്തായാലും അറിയൂല. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രയാഗ്രാജിന്റെ അവസ്ഥ കണ്ടാൽ പിന്നെ ആ വഴിക്ക് പോവില്ല. ഊക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഊക്ക്. പ്രയാഗ്രാജിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ ഇനി മരിക്കുന്നത് വരെ പോകില്ല. വൃത്തി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്ന്. ഇവിടെയുള്ള സംഖ്യകളെ മൊത്തമായിട്ടാണ് ഒറ്റ വാക്കിൽ ഊക്കിയത്. പരിസര ശുചിത്വം പാലിക്കാതെ എന്ത് ആത്മീയത. ഇത്രക്കില്ലെങ്കിലും ഏറെക്കുറെ സിമിലർ കണ്ടീഷൻ തന്നെയാണ് വാരണാസിയിലും അനുഭവപ്പെട്ടത്. ഈ വീഡിയോ ചെയ്ത ആളുടെ കമന്റ് ബോക്സിൽ വെറുതെ അല്ല സംഖ്യകൾ പച്ചത്തെറി എഴുതി വെച്ചത്. ഓൾറെഡി കുംഭമേള നടക്കുന്ന സ്ഥലത്തെ കുറിച്ച് നല്ലോണം പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ വാരണാസി കൂടി പിടിച്ചിട്ട് തിക്കും തിരക്കും ബഹളവും പൊതുസ്ഥലങ്ങളിൽ തുപ്പിയിടുന്നതും. അത് പറഞ്ഞ ശരി തന്നെയാണ്. ഈ ബംഗാളികൾ അങ്ങനെ തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ പച്ചക്ക് തുപ്പി വെക്കുക, അതായത് പാൻ മസാലയൊക്കെ തിന്നിട്ട് തുപ്പി വെക്കുക. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ റോഡിന്റെ സൈഡൊക്കെ തൂറി വെക്കുകയും ചെയ്യും. തീരെ വൃത്തിയില്ലാത്ത കൂട്ടമാണെന്നേ. വേസ്റ്റ് അലക്ഷ്യമായി എറിയുന്നതും അടക്കം പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കുണ്ട് അവിടുത്തെ അവസ്ഥ. ഈ വീഡിയോ ചെയ്ത ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കണം സംഖ്യ അല്ലാത്ത എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സംഖ്യകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുരുപൊട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കമന്റ് ബോക്സിൽ സംഖ്യകൾ മാക്സിമം പച്ചത്തെറി എഴുതി വെച്ചത്. എന്തായാലും സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്, ഇവൻ പറയുന്നതാണ് സത്യം. സത്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ വൃത്തി ഇല്ലാണ്ട് നിന്നിട്ടും അവിടെ ഭയങ്കര വൃത്തിയായെന്ന് പറയല്ല വേണ്ടത്. വൃത്തിയില്ലാത്ത സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വൃത്തിയില്ല എന്ന് തന്നെ പറയണം. അത് തന്നെയാണ് ഈ വ്ളോഗർ ചെയ്തത്. ഇവൻ ചെയ്തതാണ് ശരി. ഈ ആത്മീയതയെ കുറിച്ച് പാടുന്നവർ ഇതൊന്നും കാണുന്നില്ലേ? ഒന്നുകിൽ ബുദ്ധിജീവിയാണെന്ന് അറിയിക്കാൻ ചുമ്മാ എന്തോ പറയുന്നു, അല്ലെങ്കിൽ ഇവർക്കൊന്നും പരിസര ശുചിത്വം എന്താണെന്നോ ഒരു പബ്ലിക് പ്ലേസ് എങ്ങനെ വൃത്തിയാക്കി വെക്കണമെന്നോ ഉള്ള ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. എഡ്യൂക്കേഷൻ അതായത് പഠിപ്പ്, പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കാനുള്ള പഠിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പരിസരം വൃത്തിയാക്കി വെക്കുന്ന പഠിപ്പ് കിട്ടാത്തത് പോട്ടെ നോക്കുക. അല്ലാതെ തന്നെ ഈ സംഖ്യകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ പഠിക്കാറുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിവരം വരും. വിവരം വന്നു കഴിഞ്ഞാൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അവിടെ അടുപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങളെയൊക്കെ പഠിപ്പിക്കാതെ വൃത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു സർക്കാരാണ് UP ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും സത്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലാതെ അവരെ വിമർശിക്കല്ല വേണ്ടത്. അയാൾ പറഞ്ഞതാണ് സത്യം. ഒരു എഡ്യൂക്കേഷൻ പോലും കിട്ടുന്നില്ല, അതാണ് സത്യം. എടേ, നിങ്ങൾ ചിലപ്പോൾ വാരണാസിയിലും പ്രയാഗ്രാജിലും ഒക്കെ പോയി ആത്മീയതയുടെ കൊടുമുടി കയറിയവരായിരിക്കും. എന്നെ പോലെ ഒരു സാധാരണ യാത്രികന് അങ്ങനെ ആവാൻ ഒരു ചാൻസും ഞാൻ അവിടെ കാണുന്നില്ല. അതാണ് സാധാരണ ഒരു യാത്രികന് ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതായത് സാധാരണക്കാർക്ക് അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പ്രത്യേകിച്ച് കേരളത്തിൽ താമസിച്ച് വളർന്ന ആളുകൾക്ക്. ഇവിടെ അത്യാവശ്യം വൃത്തിയെല്ലാം ഉണ്ട്. വൃത്തി പൂർണ്ണമായിട്ടില്ലെങ്കിലും അത്യാവശ്യം വൃത്തിയുണ്ട്. പക്ഷെ തീരെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട എന്താണ് അവസ്ഥ? അത് തന്നെയാണ് അയാൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സംഖ്യകളെ കളിയാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ഒന്നല്ല.
ഒരാളുടെ വീഡിയോ കണ്ടു, അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായതിനെ കൊണ്ട്, ആ വീഡിയോ കണ്ട സംഖ്യകൾക്ക് കുരുപൊട്ടുന്നുണ്ട് എന്ന് മനസ്സിലായതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വൃത്തിയില്ലായ്മ ജന്മന കിട്ടുന്നതല്ല, അത് സാഹചര്യങ്ങൾ അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ ഇത് നല്ല വീഡിയോ ഞാൻ വീണ്ടും കണ്ട